നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള നാളെ UDF എംപിമാർ പാർലമെന്റിൽ പ്രതിഷേധിക്കും. രാവിലെ 10:30 പാർലമെന്റ് കവാടത്തിൽ ധർണ നടത്തും. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ആന്റണി എംപിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുക. സംസ്ഥാനത്തെ SIT അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ടെന്നും UDF എംപിമാർ ആരോപിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയാണ് UDF നീക്കം. നേരത്തെ KC വേണുഗോപാലും ഹൈബി ഈഡനും ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. VC നിയമന തർക്കത്തിനിടെ ഗവർണറെ കണ്ട മുഖ്യമന്ത്രി. കൂടിക്കാഴ്ച നടന്നത് ലോക് ഭവനിൽ. KTU ഡിജിറ്റൽ VC നിയമന തർക്കം ശക്തമായി തുടരുന്നതിനിടെ ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട മുഖ്യമന്ത്രി. കഴിഞ്ഞയാഴ്ച നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നെങ്കിലും വിഷയത്തിൽ സമവായമായിരുന്നില്ല. അന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് ഗവർണർ ചോദിച്ചിരുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും പ്രത്യേകം പേരുകൾ VC നിയമനത്തിന് നൽകിയതിനാൽ സുപ്രീം കോടതി സ്വന്തം നിലയ്ക്ക് നിയമനം നടത്താനുള്ള നീക്കത്തിലാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. 5 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം. കൊല്ലത്ത് 65കാരൻ പിടിയിൽ. കടക്കൽ കുമ്മിൾ വട്ടത്താമര സ്വദേശി ശശിയാണ് പിടിയിലായത്. വീടിന്റെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തിയ പ്രതി കുട്ടിയെ ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു. 1 മാസം മുമ്പ് നടന്ന സംഭവം കുട്ടി കഴിഞ്ഞ ദിവസമാണ് രക്ഷിതാക്കളോട് വെളിപ്പെടുത്തിയത്. ഉടൻ തന്നെ വീട്ടുകാർ കടക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. LDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്ന ആരോപണം. ആലപ്പുഴയിൽ CPM അനുഭാവിക്കാൻ നടുറോഡിൽ ക്രൂരമർദ്ദനം. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണക്കാരനായി എന്നാരോപിച്ച് CPM അനുഭാവിയായ വ്യക്തിക്ക് നടുറോഡിൽ വെച്ച് മർദ്ദനമേറ്റു. CPM പ്രാദേശിക നേതാവും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നവരുമാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. മാരാരിക്കുളം സ്വദേശിയായ മനോജിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിത നീക്കം. തലമുറ മാറ്റത്തിൽ സൂചന നൽകി BJP. ബീഹാറിൽ മന്ത്രി നിതിൻ നബീനെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ച BJP പാർലമെന്ററി ബോർഡ്. പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടെയാണ് വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിച്ചുകൊണ്ടുള്ള BJPയുടെ അപ്രതീക്ഷിത നീക്കം. അടുത്ത പാർട്ടി അധ്യക്ഷനായി നിതിൻ നബീൻ എത്താനാണ് സാധ്യത. പുതിയ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ചർച്ചയിലും ഉയർന്നു വരാത്ത ഒരു നേതാവിനെയാണ് BJP ഇപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത്. BJP പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നാണ് നിതിൻ നബീനെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാൻ നിശ്ചയിച്ചത്. നിലവിൽ ബീഹാർ സർക്കാരിൽ പൊതുമരാമത്ത്, നഗരവികസനം എന്നീ വകുപ്പുകളിൽ മന്ത്രിയാണ്. 4ാം വട്ടം MLA ആയ നിതിൻ നബീൻ.